നമസ്കാരം. ഭൂമിയിൽ ജീവന്റെ കണികകൾ ഇല്ലാതായാലോ എന്ന ആശങ്കയ്ക്ക് വിരാമമിടും വിധം ആശ്വാസകരമായ വാർത്തകളാണ് ശാസ്ത്രലോകത്ത് നിന്ന് പുറത്തേക്ക് വരുന്നത്. ഭൂമിയിൽ ജീവൻ വീണ്ടും മുളയ്ക്കും വിധമുള്ള ഒരു രാസപ്രവർത്തനം ശാസ്ത്രജ്ഞർ പുനഃസൃഷ്ടിച്ചിരിക്കുകയാണ്. ഇതിലൂടെ സങ്കീർണവും സെൽഫ് റെപ്ലിക്കേറ്റിംഗുമായ ഘടനകൾ ഉണ്ടാകും. അത് പിന്നീട് ഭൂമിയിലെ ജീവജാലങ്ങളുമായി വികസിക്കും. DNA ആധാരമാക്കിയുള്ള നിലവിലെ കാലഘട്ടത്തിന് മുൻപ് RNA എന്നറിയപ്പെടുന്ന ഒരു തരം തന്മാത്ര ഉണ്ടായിരുന്നു. ജീവന്റെ നിർണായക ഘടകമായി തുടരുന്ന RNAക്ക് സ്വയം ആവർത്തിക്കാനും മറ്റ് രാസപ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കാനുമുള്ള കഴിവുണ്ട്. റൈബോന്യൂക്ലിയോടൈഡ്സ് എന്നറിയപ്പെടുന്ന ചെറിയ ഘടകങ്ങളിൽ നിന്നാണ് RNA തന്മാത്രകൾ ഉണ്ടാകുന്നത്. ബിൽഡിംഗ് ബ്ലോക്കുകളായി പ്രവർത്തിക്കുന്ന ഈ ഘടകങ്ങൾ എങ്ങനെയാണ് ഭൂമിയിൽ ആദ്യം ഉണ്ടായതെന്നും അവ പിന്നീട് RNAയുമായി സംയോജിച്ചത് എങ്ങനെയെന്നും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ശാസ്ത്രജ്ഞർ. ജീവന്റെ ആവിർഭാഗത്തിലേക്ക് നയിക്കുന്ന RNA രൂപീകരിക്കാൻ ആവശ്യമായ പ്രതിപ്രവർത്തനങ്ങളുടെ ഒരു ശൃംഖല കെമിസ്റ്റുകൾ പുനർനിർമ്മിക്കുന്നുണ്ട്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഗ്രഹത്തിലെ സങ്കീർണമായ അന്തരീക്ഷത്തിൽ റൈബോന്യൂക്ലിയോടൈഡുകൾ സൃഷ്ടിച്ച ഏത് രാസപ്രവർത്തനവും സംഭവിക്കുമെന്ന് ഞങ്ങൾക്കറിയാം എന്നാണ് പ്രതിപ്രവർത്തനങ്ങളുടെ ശൃംഖല പുനഃസൃഷ്ടിക്കുന്നതിനെ കുറിച്ച് സംസാരിച്ച UNSW ഡിസ്നിയിലെ പ്രീബയോട്ടിക് കെമിസ്ട്രിയിലെ PhD കാൻഡിഡേറ്റ് കോക് ഫുങ് ട്രാൻ പറഞ്ഞത്. ഓട്ടോ കാറ്റലിറ്റിക് പ്രതികരണങ്ങൾ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടോ എന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രതിപ്രവർത്തനങ്ങളാണിവ. അതേ റിയാക്ഷൻ വീണ്ടും നടക്കാനായി പ്രോത്സാഹിപ്പിക്കുന്നു. അതിനർത്ഥം വിശാലമായ സാഹചര്യങ്ങളിൽ അതിന് സ്വയം നിലനിർത്താൻ കഴിയുമെന്നും ദി കോൺസർവേഷനിസ്റ്റിലെ ഒരു ലേഖനത്തിൽ ഫുങ് ട്രാൻ തന്റെ അഭിപ്രായമായി കുറിച്ചു. ഞങ്ങളുടെ ഏറ്റവും പുതിയ പ്രവർത്തനത്തിൽ റൈബോന്യൂക്ലിയോടൈഡ് ബിൽഡിംഗ് ബ്ലോക്കുകൾ നിർമ്മിക്കുന്നതിനുള്ള ഒരു വെൽ നോൺ കെമിക്കൽ വേയിലേക്ക് ഓട്ടോ കാറ്റലിസ്റ്റിനെ സംയോജിപ്പിച്ചിട്ടുണ്ട്. ആദ്യകാലത്ത് ഭൂമിയിൽ കണ്ടെത്തിയ ലളിതമായ തന്മാത്രകൾക്കും സങ്കീർണമായ അവസ്ഥകൾക്കും ഇത്തരത്തിലൊരു മാറ്റം സംഭവിച്ചിരിക്കാം. ഓട്ടോ കാറ്റലിറ്റിക് പ്രതിപ്രവർത്തനങ്ങളുടെ പ്രാധാന്യത്തോടും ജീവിത ശാസ്ത്രത്തിൽ അവയുടെ പങ്കിനെ കുറിച്ചും അദ്ദേഹം പ്രസ്താവിച്ചു. അത് ഹൃദയമിടിപ്പുകളെ നിയന്ത്രിക്കുന്നത് മുതൽ കടൽ ഷെല്ലുകളിൽ പാറ്റേണുകൾ സൃഷ്ടിക്കുന്നത് വരെ വ്യത്യാസപ്പെടാം. ഒരു കോശം 2 കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് പരിസ്ഥിതിയിൽ നിന്ന് പോഷകങ്ങളും ഊർജവും സ്വീകരിക്കുന്നത് പോലെ സങ്കീർണമായ പ്രക്രിയയാണ്. പരീക്ഷണ സമയത്ത് സയനാമൈഡ് എന്ന മറ്റൊരു ലളിതമായ തന്മാത്രയെ ഫോംസ് റിയാക്ഷനിലേക്ക് ചേർക്കാൻ ശ്രമിച്ചു. പ്രതിപ്രവർത്തന സമയത്തുണ്ടാക്കിയ ചില തന്മാത്രകൾ റൈബോന്യൂക്ലിയോടൈഡുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായി സൈഫൺഡ് ഓഫ് ചെയ്യാൻ ഇത് സാധ്യമാക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. വാർത്തയുടെ നിറം തേടി തനിനിറം.